കണ്ടോ നമ്മുടെ കോഴി ഇരിക്കുന്നതായിക്ക് പോയി കിടിലല്ലേ നമ്മുടെ കോഴിപ്പൊളി. OnePlus9 പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു വ്യത്യസ്തരമായിട്ടുള്ള പൈനാപ്പിൾ ചിക്കനാണ്. അപ്പൊ അതാ കണ്ടില്ലേ, പൈനാപ്പിൾ ഒക്കെ റെഡി ആയിട്ടിരിക്കുക. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ കോഴി നല്ലൊരു വൃത്തിക്ക് ഒന്ന് കഴുകിയെടുക്കാം. വാ. നല്ലപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. നല്ല നെയ്യ, നെയ്യ് ഇരിക്കട്ടെ, നല്ലതല്ലേ. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മുടെ മസാല ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ കോഴിക്കുള്ള മസാല തേക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. ഇതേപോലെ നല്ല രീതിയിൽ മസാല ഇതിനകത്ത് പിടിക്കണം. അപ്പം ഇതേപോലെ നല്ലപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. നമ്മുടെ സിസ്പാക്കൊക്കെ വരുന്ന പോലെ ഇതിനും അങ്ങോട്ട് സിസ്പാക്ക് കയറട്ടെ. കോഴിയല്ലേ, ഇച്ചിരി ജാടൊക്കെ അങ്ങോട്ട് ഇരിക്കട്ടെ. നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കോഴിക്കാര്. നല്ല നെയ്യല്ലേ. ഓർത്തേക്ക്. അപ്പൊ നമ്മുടെ കോഴിയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. അപ്പൊ എന്താ, ഇതേപോലെ ആദ്യം മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇടാം. പിന്നീട് ഒരല്പം ഗരം മസാല കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഒരല്പം അതൊരിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് മേൽഭാഗത്തേക്ക് മാത്രം. നമുക്ക് പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈഡിലൂടെ ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരല്പം കുരുമുളക് പൊടി, പിന്നീട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം നമ്മുടെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗത്തോട്ടും നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച്. അപ്പൊ ഇനി അവസാനമായിട്ട് ഇതാ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതാ ഒരു നാരങ്ങയുടെ പകുതി ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊണ്ടുക. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പൊ നമ്മുടെ കൈതച്ചക്ക പൈനാപ്പിൾ ഒന്ന് എങ്ങനെ ചെത്തിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. അപ്പൊ നമ്മുടെ നല്ല പഴുത്ത കൈതച്ചക്ക ഇതിന്റെ മണ്ട ഒന്ന് കട്ട് ചെയ്യണം. ഈ മണ്ട കട്ട് ചെയ്തിട്ട് ഇത് കളയില്ല കേട്ടോ, ഇത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ മണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഏറ്റവും അടി വരെ പോവരുത്, ഇവിടെ വെച്ച് അങ്ങോട്ട് മറിക്കുക. അതേപോലെ അങ്ങനെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതേ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതിന്റെ അടിവശത്ത് ഈ മൂടി കൊണ്ട്
ഈ ഒരു സ്ക്വയർ ആംഗിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാ. അപ്പൊ നമ്മുടെ ആദ്യം എടുത്തിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതായത് ഇതിന്റെ മേളത്ത് ആ രാജകിരീടം, ആ കിരീടത്തിലേക്ക് ഒരു കമ്പ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഇറക്കുക. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഇറക്കി അടിയിൽ കൂടെ ഇതേപോലെ കിട്ടും. കണ്ടില്ലേ? അപ്പം ഇത് ഇത്രയും ഒന്നാക്കിയതിന് ശേഷം നമ്മുടെ അരമണിക്കൂർ വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിയിലേക്ക് ഇതെങ്ങനെ വെക്കാമെന്ന് കാണിക്കാം. അപ്പൊ നമ്മുടെ ഈ കൈതച്ചക്കയുടെ അടിഭാഗം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അരമണിക്കൂർ വെച്ചിരുന്ന് നമ്മുടെ കോഴി എടുക്കുക. കോഴിയിലേക്ക് ഇതിന്റെ ഉൾഭാഗത്തൂടെ ഇതേപോലെ ഇറക്കി കൊടുക്കുക. ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഇറക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഇത് മറ്റേ നമ്മുടെ മേൽഭാഗം ഉണ്ടല്ലോ, ഈ കിരീടം സെറ്റ് ചെയ്യേണ്ടതാ. ഇതേപോലെ ഈ കമ്പ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കുക. ഇത്രയേ ഉള്ളു ഇതിന്റെ പരിപാടി. കണ്ടോ നമ്മുടെ കോഴി ഇരിക്കുന്നതായിരിക്കും. പോയി കിടിലല്ലേ നമ്മുടെ കോഴിപ്പൊളി. അപ്പൊ ഇത് നമുക്കൊന്ന് കനലിൽ ചുട്ടെടുക്കാൻ വേണ്ടി, അപ്പം അതിനുള്ള തീയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. കല്ല് നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം കല്ല് ഇതിന്റെ ഫിനിഷിങ് വർക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇതിനകത്താണ് നമ്മൾ കനല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഫോയിൽ പേപ്പറും വെച്ച് നമ്മുടെ കോഴി ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പൊ നമ്മുടെ വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം അതിനായിട്ട് ഇതിന്റെ ഞെടുപ്പൊന്ന് കളയാം, അല്ലെങ്കിൽ ഒന്ന് മടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഇത് എടുത്തങ്ങ് മാറ്റിക്കളയാം. അപ്പം ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഒത്തിരി ചുട്ടില്ലേ? നീ പറഞ്ഞതാണ് ചുറ്റിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് കോഴി ജസ്റ്റ് രണ്ട് റൗണ്ട് ജസ്റ്റും കോഴി എടുക്കുന്ന ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ തീയൊക്കെ ഒന്ന് നല്ലപോലെ കത്തി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ അരമണിക്കൂറോളം വെച്ചിരുന്ന ചിക്കൻ ഇതേപോലെ ഒന്ന് വാഴയില വാട്ടിയെടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഫോയിൽ പേപ്പറും വെച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ഫോയിൽ പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ ഒരു രണ്ട് റൗണ്ടായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇപ്പുറം കൂടെ അപ്പൊ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ബോൾ പരുവത്തിലാക്കി എടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ കനലിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ഈ ചിക്കൻ കനല് സെറ്റായി വരുന്നുണ്ട്. തീയൊക്കെ കത്തി വരുന്നുള്ളൂ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വിറക് ഇതേപോലെ അടിക്ക് അങ്ങോട്ട് കൊടുക്കുക. എന്നാലേ നമ്മുടെ തീയൊക്കെ അങ്ങോട്ട് കയറി ഒന്ന് പിടിക്കത്തുള്ളൂ. കണ്ടില്ലേ, തീയൊക്കെ കയറി ഇപ്പൊ പിടിക്കും. അയ്യോ, നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമുക്കിതിനെ തുറന്ന് നോക്കിയിട്ട് നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് നല്ല ചൂടാ. അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് തുറന്നു നോക്കണം. നമ്മുടെ പൈനാപ്പിളിന്റെ ഒക്കെ കണ്ടിട്ട് തന്നെ കിടിലോ. അപ്പൊ നമ്മുടെ സാധനം കണ്ടില്ലേ, നല്ല അടിപൊളി. മോനെ കിടില. ഇത് നമ്മൾ ഇതിനകത്ത് നിന്നൊന്ന് മാറ്റിയെടുക്കാം. സംഭവത്തിന്റെ വേവ് ഒന്ന് നമുക്ക് നോക്കിയാലോ.
മോനെതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതാ വേണം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ പുഴി ചൂടാ. അപ്പൊ നമ്മുടെ കോഴി കണ്ടില്ലേ, ഇനി ഇതിന്റെ ആ കിരീടവും വാലും ഒക്കെ എടുത്തൊന്ന് മാറ്റണം. ആ കിരീടമൊക്കെ അതിന്റെ ജ്യൂസൊക്കെ പുറത്തിറങ്ങി നല്ലപോലെ. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഇനി നമുക്ക് ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആ ജ്യൂസ് ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, കോഴിക്കാൽ വളരെ വളരെ ചെറുതാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളോട് ഒരു കൊച്ചു പയ്യൻ വന്നിട്ടുണ്ട്. അപ്പം അവന്റെ വീടിന്റെ ഒരു പരിസരത്തായിട്ടായിരുന്നു ഞങ്ങളിന്ന് ചെയ്ത്. അപ്പൊ അവനോട് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവനെ കൂടെ ഒന്ന് വിളിച്ചിട്ട് നമ്മുടെ ഈ സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാ. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ചിക്കന്റെ ഒരു പീസ് നമ്മളെ കൊച്ചു പയ്യനത് കൊടുത്തു നോക്കാം. എങ്ങനുണ്ട്? ഉണ്ടോ? കഴിച്ചൊക്കെ കണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ പറയാൻ കാരണം കഴിച്ചൊക്കെ രുചിയുണ്ടോ? എന്നാ എന്തോ ചെറുത് ചേടാ കഴിച്ചത് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ കൊച്ചു കുഞ്ഞു വരെ പറഞ്ഞിരിക്കുകയാണ് അടിപൊളി സാധനമാണ്. അപ്പൊ ഞാനോട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ട, അല്ലേ പിന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ എന്താ ഇതേപോലെ പീസ് എടുത്ത് ഒരു ഇച്ചിരി എരിവുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിരിക്കുക. അപ്പം മറക്കാണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്കിലേ ഞങ്ങൾക്ക് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇടാനെ കൊണ്ടായിട്ടൊരു ഊർജ്ജം ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെയല്ലേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരം. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഒന്ന് കുറച്ച് പേർക്കൊന്ന് ഷെയർ ചെയ്തെങ്കിലും കൊടുക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു ലൈക്ക് തരിക. പിന്നീട് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ശരി, ബൈ.